ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം ടീച്ചിങ് എക്സാംസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ KTETന്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നു, നിങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, എല്ലാവരും എക്സാമിനെ കാത്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ KTET പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള സയൻസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ നോക്കുക. ഓക്കെ, നമുക്ക് അത് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, ശരി. നോക്കൂ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വീൽ ബാരോ ഏത് തരം ഉത്തോലകത്തിന് ഉദാഹരണമാണ്? ടു വിച്ച് ഓർഡർ ഓഫ് ലിവർ വീൽ ബാരോ ഈസ് ആൻ എക്സാമ്പിൾ? ഓക്കെ, ഉത്തോലകങ്ങൾ നമ്മുടെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ് ഉത്തോലകങ്ങൾ അല്ലെങ്കിൽ ലിവേഴ്സ് എന്നുള്ളത്. എത്രാം വർഗ്ഗ ഉത്തോലകമാണ് വീൽ ബാരോ എന്ന് പറയുന്നത്? വീൽ ബാരോ ഒരു രണ്ടാം വർഗ്ഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. സെക്കൻഡ് ഓർഡർ ലിവറിന്റെ ഉദാഹരണമാണ് വീൽ ബാരോ. ഓക്കെ, അപ്പോൾ ഉത്തോലകങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മൾ ക്ലാസ്സിലൊക്കെ ഉത്തോലകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഉത്തോലകമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞു പോവാം. നോക്കിക്കോ, ആദ്യം നമുക്ക് ആ ഒരു ഉത്തോലകം, പ്രധാനമായിട്ട് ഉത്തോലകങ്ങളെ നമ്മൾ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അല്ലേ? ഒന്നാം വർഗ്ഗ ഉത്തോലകം, രണ്ടാം വർഗ്ഗ ഉത്തോലകം, മൂന്നാം വർഗ്ഗ ഉത്തോലകം എന്ന് മൂന്നായിട്ടാണ് നമ്മൾ ഉത്തോലകങ്ങളെ തിരിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൽ ഈ ഒന്നാം വർഗ്ഗ ഉത്തോലകത്തിൽ വരുന്ന ഉപകരണങ്ങളുടെ ഉദാഹരണങ്ങൾ പഠിക്കാൻ നമുക്കൊരു കോഡുണ്ട്. എന്താണ് ആ കോഡ്? നോക്കൂ, സീസോ പ്ലേയിൽ. ഓക്കെ, സീസോ പ്ലേയിൽ ഒന്നാമനായ കപ്പിത്താന്റെ നഖം വെട്ടാൻ കത്രികയ്ക്ക് ത്രാണിയില്ല. സീസോ പ്ലേയിൽ ഒന്നാമനായ കപ്പിത്താന്റെ നഖം വെട്ടാൻ കത്രികയ്ക്ക് ത്രാണിയില്ല എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ 1 എന്നുള്ളത് കൊണ്ട് ഒന്നാം വർഗ്ഗ ഉത്തോലകം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നാം വർഗ്ഗ ഉത്തോലകത്തിൽ വരുന്ന ഉപകരണങ്ങൾ ഏതെല്ലാന്ന് ചോദിച്ചാൽ സീസോ. നമ്മുടെ പാർക്കിലൊക്കെ കുട്ടികൾ ഒരു വശത്ത് ഒരാൾ മറുവശത്ത് ഒരാൾ ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മുകളിലും താഴേക്കും പോകുന്ന സാധനമല്ലേ സീസോ, അത് ഒന്നാം വർഗ്ഗ ഉത്തോലകമാണ്. പ്ലേ എന്ന് പറയുമ്പോൾ പ്ലെയർ. ഓക്കെ, കപ്പി, നമ്മൾ കിണറിൽ നിന്ന് വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന കപ്പി. നഖം വെട്ടാൻ എന്ന് പറയുമ്പോൾ അത് നഖം വെട്ടിയാണ്. കത്രിക, നമ്മുടെ കത്രിക തന്നെ. ത്രാണി എന്ന് പറയുമ്പോൾ അതിനകത്ത് ത്രാസ് എടുക്കണം, ത്രാസ്. ഓക്കെ, അപ്പൊ സീസോ പ്ലേയിൽ ഒന്നാമനായ കപ്പിത്താന്റെ നഖം വെട്ടാൻ കത്രികയ്ക്ക് ത്രാണിയില്ല. ഇതാണ് ഒന്നാം വർഗ്ഗ ഉത്തോലകത്തിന്റെ കോഡ്. അപ്പൊ ഇതിൽ വരുന്ന സീസോ, പ്ലെയർ, കപ്പി, നഖം വെട്ടി, കത്രിക, ത്രാസ്, ഇതെല്ലാം ഒന്നാം വർഗ്ഗ ഉത്തോലകത്തിന്റെ ഉദാഹരണങ്ങളാണ്. ഇനി അടുത്ത് നമുക്ക് രണ്ടാം വർഗ്ഗ ഉത്തോലകങ്ങൾ നോക്കാം. രണ്ടാം വർഗ്ഗ ഉത്തോലകത്തിന്റെ കോഡാണ് പാക്കരൻ 2 നാരങ്ങ. പാക്കരൻ 2 നാരങ്ങ വീലുള്ള ബോട്ടിലിലേക്ക് ഇട്ടു. പാക്കരൻ 2 നാരങ്ങ വീലുള്ള ബോട്ടിലിലേക്ക് ഇട്ടു. ഓക്കെ, ഇതിൽ 2 എന്നതുകൊണ്ട് രണ്ടാം വർഗ്ഗ ഉത്തോലകമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പാക്കരൻ കൊണ്ട് പാക്കുവെട്ടി. ഓക്കെ, അടുത്തത് നാരങ്ങാ ഞെക്കിയാണ്. പാക്കുവെട്ടി, നാരങ്ങാ ഞെക്കി. വീൽ ബാരോ. കണ്ടോ, നമ്മുടെ ക്വസ്റ്റ്യൻ വീൽ ബാരോ അല്ലായിരുന്നോ? അപ്പൊ വീൽ എന്ന് പറയുമ്പോൾ വീൽ ബാരോയാണ്, വീൽ ബാരോ. ബോട്ടിലിലേക്ക്, ബോട്ടിൽ ഓപ്പണർ. അപ്പൊ പാക്കരൻ 2 നാരങ്ങ വീലുള്ള ബോട്ടിലിലേക്ക് ഇട്ടു. ഈ കോഡിനെ ഒന്നും കൂടി നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ പാക്കരൻ കയ്യിലുണ്ടായിരുന്ന 2 നാരങ്ങ എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. കയ്യിലുണ്ടായിരുന്ന 2 നാരങ്ങ. അവിടെ കയ്യിൽ എന്നതുകൊണ്ട് കൈവണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. കൈവണ്ടി എന്ന് പറഞ്ഞാൽ വീൽബാരോയുടെ മലയാളമാണ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് കൈവണ്ടി എന്ന് ചോദിച്ചാലും അത് രണ്ടാം വർഗ്ഗമാണെന്ന് ഓർമ്മിക്കണം. അതിനുവേണ്ടി വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ആലോചിക്കാം. പാക്കരൻ കയ്യിലുണ്ടായിരുന്ന 2 നാരങ്ങ വീലുള്ള ബോട്ടിലിലേക്ക് ഇട്ടു എന്ന് ആലോചിക്കാം. പാക്കുവെട്ടി, കൈവണ്ടി, നാരങ്ങാ ഞെക്കി, വീൽ ബാരോ, ബോട്ടിൽ ഓപ്പണർ രണ്ടാം വർഗ്ഗ ഉത്തോലകത്തിന്റെ ഉദാഹരണങ്ങളാണ്. അടുത്ത മൂന്നാം വർഗ്ഗം. 3 ഐസ് ചവച്ചു. ഓക്കെ, 3 ഐസ് ചവച്ചു. മൂന്നാം വർഗ്ഗ ഉത്തോലകം. ഐസ് ടോങ്സ്. ഐസ് എടുത്തിടുന്ന സാധനമില്ലേ, ഐസ് ടോങ്സ്. ചവ എന്ന് പറയുമ്പോൾ ചവണയാണ്. ചൂ എന്ന് പറയുമ്പോൾ ചൂണ്ടയാണ്. അപ്പൊ 3 ഐസ് ചവച്ചു എന്ന് പറയുമ്പോൾ മൂന്നാം വർഗ്ഗ ഉത്തോലകം ഐസ് ടോങ്സ്, ചവണ, ചൂണ്ട. ഓക്കെ, മൂന്നാം വർഗ്ഗ ഉത്തോലകമാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, ശരി. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബീജ സംയോഗം നടക്കാതെ ബീജം ഒരു ജീവിയായി മാറുന്ന പ്രക്രിയയാണ്. Okay, when a gamete without any fusion develops into a new organism, the phenomenon is called. ഓക്കെ, അതായത് സാധാരണയായിട്ട് ഒരു മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും അല്ലെ, ഒരു
ബീജവും അതേപോലെ ഒരു അണ്ഡവും കൂടി ചേരുമ്പോഴാണ് ഒരു പുതിയൊരു ജീവി ഉണ്ടാകുന്നത് അല്ലേ. ഒരു മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും ചേരുമ്പോഴാണ് പുതിയൊരു ജീവി ഉണ്ടാകുന്നത്. ഓക്കെ, ബീജസംയോഗം നടക്കണം. ഓക്കെ, ആ ഒരു ബീജസംയോഗം നടക്കാതെ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാതെ ഒരു പുതിയ ജീവി ഉണ്ടാകുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ പാർത്തനോജനസിസ് അല്ലെങ്കിൽ അനിഷേക ജനനം എന്നാണ്. പാർത്തനോജനസിസ് അല്ലെങ്കിൽ അനിഷേക ജനനം. ഇനി ഈ വിത്തില്ലാത്ത ഫ്രൂട്ട്സ് ഉണ്ടാക്കിയെടുക്കത്തില്ലേ, ഇതേപോലെ ഫ്യൂഷൻ ഇല്ലാതെ ഫ്രൂട്ട്സ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സ് അറിയപ്പെടുന്ന പേര് പാർത്തനോ കാർപ്പി എന്നാണ് കേട്ടോ. ഫ്രൂട്ട്സ് ആണ് നമ്മുടെ പച്ചക്കറികളും ഫ്രൂട്ട്സും. ഓക്കെ, ഈ ഫലങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വിത്തില്ലാത്ത ഫലങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് പാർത്തനോ കാർപ്പിയാണ്. ജീവികൾ ഇങ്ങനെ ബീജസംയോഗം നടക്കാതെ പുതിയ ജീവി ഉണ്ടാകുന്നത് പാർത്തനോജനസിസ് ആണ്, അനിഷേക ജനനമാണ്. അനിഷേക ജനനം അല്ലെങ്കിൽ പാർത്തനോജനസിസ്. ഓക്കെ, പാർത്തനോജനസിസ്. ഓക്കെ അല്ലടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാലോ. പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന രോഗമേത്? ദ ഡിസീസ് അഫക്റ്റഡ് ബൈ പ്രോട്ടോസോവ ഈസ്. ഓക്കെ, ഏതാണ്? ഡിഫ്തീരിയ, മലേറിയ, ന്യൂമോണിയ, ടൈഫോയിഡ്. ഏതാണ് പ്രോട്ടോസോവ കാരണം ഉണ്ടാകുന്ന രോഗം? തന്നിരിക്കുന്നതിൽ മലേറിയ അല്ലെങ്കിൽ മലമ്പനിയാണ് പ്രോട്ടോസോവ കാരണം ഉണ്ടാകുന്ന രോഗം. പ്രോട്ടോസോവ കാരണം ഉണ്ടാകുന്ന രോഗം. ഓക്കെ, ബാക്കി ഡിഫ്തീരിയ, ന്യൂമോണിയ, ടൈഫോയിഡ് ഇതെല്ലാം തന്നെ ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗങ്ങളാണ്. ഓക്കെ, രോഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്ടീരിയ രോഗങ്ങളാണ് ബാക്കിയൊക്കെ എല്ലാം. ശരി, അപ്പൊ ഈ നമ്മുടെ ഈ ഒരു മലേറിയക്ക് കാരണമാകുന്ന പ്രോട്ടോസോവയുടെ പേരെന്താണ്? പ്രോട്ടോസോവയുടെ പേര് പ്ലാസ്മോഡിയം എന്നാണ്. പ്രോട്ടോസോവയുടെ പേരെന്താണ്? പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം എന്നാണ് പ്രോട്ടോസോവയുടെ പേര്. പ്ലാസ്മോഡിയം എന്നാണ്. ഈ പ്ലാസ്മോഡിയം തന്നെ പല തരത്തിലുണ്ട്. അതിൽ മാരകമായ മലമ്പനിക്ക് കാരണമാകുന്ന പ്രോട്ടോസോവ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്ലാസ്മോഡിയം ഫാൽസിപാരമാണ്. മാരകമായ മലമ്പനി അല്ലെങ്കിൽ മാരകമായ മലേറിയക്ക് കാരണമാകുന്ന പ്രോട്ടോസോവയാണ് പ്ലാസ്മോഡിയം ഫാൽസിപാരം. പ്ലാസ്മോഡിയം ഫാൽസിപാരം. ഓക്കെ, ഓർത്തു വെക്കണേ. ഇനി മലേറിയ രോഗം പരത്തുന്ന ജീവി ഏത്, അല്ലെങ്കിൽ മലേറിയ രോഗത്തിന്റെ ആ രോഗാണുവിന്റെ വാഹകൻ ഏത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ ആണ് അനോഫിലസ് പെൺകൊതുക്. അനോഫിലസ് പെൺകൊതുക്. ഓക്കെ, മലേറിയയുടെ വാഹകൻ, വെക്ടർ, വാഹകൻ ആരാണ്, അല്ലെങ്കിൽ മലേറിയനെ പരത്തുന്നത് ആരാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉത്തരം? അനോഫിലസ് പെൺകൊതുകാണ്. അനോഫിലസ് പെൺകൊതുകാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാലോ. വൈദ്യുത കാന്തത്തിന്റെ കോർ നിർമ്മിച്ചിരിക്കുന്ന വസ്തു. ദ കോർ ഓഫ് ആൻ ഇലക്ട്രോമാഗ്നറ്റ് ഈസ് മെയ്ഡ് ഓഫ്. ഇരുമ്പ്, ചെമ്പ്, അലുമിനിയം, മൈക്ക. എന്താണ് ഇലക്ട്രോമാഗ്നറ്റ് അല്ലെങ്കിൽ വൈദ്യുത കാന്തം? നമുക്ക് സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ കാണുന്ന കാന്തം ഇല്ലേ, മാഗ്നറ്റ്, അതെന്ന് പറഞ്ഞാൽ സ്ഥിരകാന്തങ്ങളാണ്, പെർമനന്റ് മാഗ്നറ്റുകളാണ്. ഇനി ഏതൊരു കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടറിലും ഏതൊരു ചാലകത്തിലൂടെയും കറണ്ട് കടന്നു പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഇതൊരു ചാലകമാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ കറണ്ട് കടന്നു പോവുകയാണെങ്കിൽ ഇതിന്റെ ചുറ്റിനും ഒരു മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകും. അപ്പോൾ ഒരു കാന്തം കറണ്ട് കടന്നു പോകുന്ന സമയത്ത് മാത്രം ഒരു ചാലകം കറണ്ട് കടന്നു പോകുന്ന സമയത്ത് മാത്രം ഒരു കാന്തമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അത്തരം കാന്തങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് വൈദ്യുത കാന്തങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റ്സ്. വൈദ്യുത കാന്തങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റ്സ്. അതായത് കറണ്ട് കടന്നു പോകുന്ന സമയം അത്രയും ഒരു വസ്തു കാന്തമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അതാണ് വൈദ്യുത കാന്തങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. ആ കറണ്ട് എപ്പോഴാണോ നമ്മൾ റിമൂവ് ചെയ്യുന്നത്, കറണ്ട് അവിടെ നിന്ന് നമ്മൾ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കാന്തിക സ്വഭാവം മാറുന്നു, അത് നോർമൽ ഒരു വസ്തുവായിട്ട് മാറുന്നു. അവിടെ പിന്നെ കാന്തിക സ്വഭാവം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഒരു സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു ചെമ്പ് കമ്പി എന്തെങ്കിലും നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചുറ്റി വെക്കും. ഇങ്ങനെ ചുറ്റി വെക്കുന്നതിന് വിളിക്കുന്ന പേര് സോളിനോയിഡ് എന്നാണ് വിളിക്കുക. ഇങ്ങനെ ഒരു ചെമ്പ് കമ്പി നമ്മളിങ്ങനെ ചുറ്റി വെക്കുന്നതിന് വിളിക്കുന്ന പേരെന്താണ്? സോളിനോയിഡ് എന്നാണ്. ഓക്കെ, സോളിനോയിഡ്. ഈ സോളിനോയിഡ്, ഈ ചെമ്പ് കമ്പി നമ്മളൊരു കറണ്ടിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് വിട്ട് കഴിയുമ്പോൾ അതിൽ ഒരു എന്തുണ്ടാകും? ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകും. ഇതൊരു വൈദ്യുത കാന്തമായിട്ട് പ്രവർത്തിക്കും. ഇതിന്റെ കാന്തിക ശക്തിയെ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ സോളിനോയിഡിന്റെ ഉള്ളിലേക്ക്, ഇതിന്റെ കോർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ, ഓക്കെ, ഇതിന്റെ നടുവിലേക്ക് നമ്മൾ എന്ത് വെക്കും എന്നറിയാമോ? ഒരു ഇരുമ്പിന്റെ കഷ്ണം വെക്കും. എന്ത് വെക്കും? ഒരു പച്ചിരുമ്പിന്റെ കഷ്ണം നമ്മൾ വെക്കും. ഓക്കെ, ഒരു പച്ചിരുമ്പിന്റെ കഷ്ണം നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ നടുവിലേക്ക് വെക്കും. അങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഈ വൈദ്യുത കാന്തത്തിന്റെ ശക്തി എന്ത് ചെയ്യും? കാന്തിക ശക്തി കുറച്ചും കൂടി നല്ലോണം എന്ത് ചെയ്യും? കൂടും. ഓക്കെ, അപ്പൊ ഒരു വൈദ്യുത കാന്തത്തിന്റെ കോർ, അതിന്റെ നടുവിലുള്ള ആ ഒരു കോറ് നിർമ്മിച്ചിരിക്കുന്ന വസ്തു, കോറായിട്ട് നമ്മൾ വെക്കുന്ന വസ്തു എന്താണ്? അപ്പോൾ അത് ഇരുമ്പാണ്. ഓക്കെ, അയൺ ആണ്, ഇരുമ്പ് ആണ് നമ്മൾ വെക്കുക, പച്ചിരുമ്പാണ് വെക്കുക. ഓക്കെ അല്ലേ? ശരി, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ്,
സൂര്യന് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏതാണ്? സൂര്യന്റെ ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൂര്യന്റെ ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏതാണ്? ബുധൻ അല്ലെങ്കിൽ മെർക്കുറിയാണ്. സൂര്യന്റെ ഏറ്റവും അടുത്തുള്ള ഗ്രഹം ബുധൻ അല്ലെങ്കിൽ മെർക്കുറിയാണ്. ഇനി ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏതാണെന്നറിയോ നിങ്ങൾക്ക്? ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഗ്രഹം അത് ശുക്രനാണ് കേട്ടോ. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ശുക്രനാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഗ്രഹം ശുക്രൻ ആണ്. ഓക്കെ, ശുക്രനാണ്. ഏറ്റവും വലിയ ഗ്രഹമൊക്കെ അറിയാം. വലിയ ഗ്രഹം നമ്മുടെ ജൂപ്പിറ്റർ, വ്യാഴമാണ്. അതൊക്കെ ഓർമ്മിച്ച് വെച്ചിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചില അന്തർദ്രവ്യ ജാലികകൾ പരുക്കനായി കാണുവാൻ കാരണം അതിന്റെ ഉപരിതലത്തിൽ ഡാഷ് ഉള്ളത് കൊണ്ടാണ്. സം എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലൈ ആർ റഫ് ബിക്കോസ് ഇറ്റ് ഹാസ് ഡാഷ് ഓൺ ഇറ്റ്സ് സർഫസ്. അന്തർദ്രവ്യ ജാലിക അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്ന് പറഞ്ഞാൽ ഒരു കോശത്തിന്റെ ഉള്ളിൽ കാണുന്ന ഒരു കോശാംഗമാണ് അല്ലെ. നമ്മൾ ക്ലാസ്സിലൊക്കെ കോശങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കോശത്തിന്റെ ഉള്ളിൽ കാണുന്ന ഒരു കോശാംഗമാണ് ഈ പറയുന്ന അന്തർദ്രവ്യ ജാലിക എന്ന് പറയുന്ന ആള്. ഓക്കെ, ഇത് രണ്ട് തരത്തിലുണ്ട്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലവും ഉണ്ട്, റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലവും ഉണ്ട്. ഓക്കെ, പരുക്കനായ അന്തർദ്രവ്യ ജാലികയും മിനുസമായ അന്തർദ്രവ്യ ജാലികയും ഉണ്ട്. ഇതിൽ പരുക്കനായ അന്തർദ്രവ്യ ജാലിക അല്ലെങ്കിൽ ഒരു അന്തർദ്രവ്യ ജാലിക റഫ് ആവാനുള്ള കാരണം അതിന്റെ പുറത്ത് റൈബോസോമുകൾ പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ്. ഓക്കെ, റൈബോസോമുകൾ പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ്. റൈബോസോംസ് പറ്റിപ്പിടിച്ചിരിക്കാത്ത അന്തർദ്രവ്യ ജാലികയാണെങ്കിൽ വളരെ മിനുസമായിട്ട് സ്മൂത്ത് ആയിട്ടായിരിക്കും കാണുന്നത്. അതിനെ നമ്മൾ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലോ അല്ലെങ്കിൽ മിനുസമായ അന്തർദ്രവ്യ ജാലിക എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവിടെ പരുക്കനായിട്ടിരിക്കാനുള്ള കാരണം എന്താണ്? പരുക്കനായിട്ടിരിക്കാനുള്ള കാരണം അതിന്റെ പുറത്ത് റൈബോസോമുകൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ്. റൈബോസോമുകൾ അറ്റാച്ച് ചെയ്ത് ഇരിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ അന്തർദ്രവ്യ ജാലിക അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, സൈറ്റോസ്കെലിട്ടൺ അല്ലെങ്കിൽ കോശാസ്ഥികൂടം. സൈറ്റോസ്കെലിട്ടൺ അല്ലെങ്കിൽ കോശാസ്ഥികൂടം എന്ന പേരിൽ ആരറിയപ്പെടുന്നുണ്ട്? അന്തർദ്രവ്യ ജാലിക അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ കോശവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. ഇപ്പൊ കോശത്തിലെ പ്രവൃത്തി എടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നത് ആരാണ്? ഒരു കോശത്തിലെ പ്രവൃത്തി എടുക്കുന്ന കുതിരകൾ ആരാന്നറിയോ? ഒരു കോശത്തിലെ പ്രവൃത്തി എടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നത് മാംസ്യമാണ്. കോശത്തിലെ പ്രവൃത്തി എടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നത് മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ ആണ്. പവർ ഹൗസ് അല്ലെങ്കിൽ കോശത്തിലെ ഊർജ നിലയം എന്നറിയപ്പെടുന്നത് ആരാണ്? പവർ ഹൗസ് അല്ലെങ്കിൽ ഊർജ നിലയം എന്നറിയപ്പെടുന്നത് അത് മൈറ്റോകോൺട്രിയ ആണ്. ആരാണ്? മൈറ്റോകോൺട്രിയ. പവർ ഹൗസ് അല്ലെങ്കിൽ ഊർജ നിലയം എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ ആണ്. ഓക്കെ, ഇനി അടുത്ത് എനർജി കറൻസി അല്ലെങ്കിൽ ഊർജ നാണയം. എനർജി കറൻസി അല്ലെങ്കിൽ ഊർജ നാണയം എന്നറിയപ്പെടുന്നത് ആരാണ്? എനർജി കറൻസി. എനർജി കറൻസി അല്ലെങ്കിൽ ഊർജ നാണയം എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ATP ആണ്. ഓക്കെ, ATP ആണ്. കോശത്തിലെ ട്രാഫിക് പോലീസ്. കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾജി ബോഡിയാണ് അല്ലെങ്കിൽ ഗോൾജി വസ്തുക്കളാണ് ട്രാഫിക് പോലീസ് എന്ന് അറിയപ്പെടുന്നത്. ആത്മഹത്യാ സഞ്ചികൾ. കോശത്തിലെ ആത്മഹത്യാ സഞ്ചികൾ അല്ലെങ്കിൽ സൂയിസൈഡൽ ബാഗ്സ് എന്നറിയപ്പെടുന്നത് ലൈസോസോമുകളാണ്. കോശത്തിലെ ആത്മഹത്യാ സഞ്ചികൾ അല്ലെങ്കിൽ നമ്മുടെ സൂയിസൈഡൽ ബാഗ്സ് എന്നറിയപ്പെടുന്നത് ആരാണ്? ലൈസോസോമുകൾ ആണ്. ലൈസോസോമുകൾ ആണ്. ഓക്കെ അല്ലേ? ആ കാര്യങ്ങൾ ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇത്രയും വിശേഷണങ്ങളൊക്കെ ഓർമ്മിച്ച് വെക്കുക. സൈറ്റോസ്കെലിട്ടൺ അല്ലെങ്കിൽ കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് അന്തർദ്രവ്യ ജാലികയാണ്. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ആണ്. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉയർന്ന ട്രോപ്പിക തലത്തിൽ എത്തിച്ചേരുമ്പോൾ വിഷവസ്തുക്കളുടെ ഗാഢത വർദ്ധിച്ചു വരുന്ന പ്രതിഭാസം. ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ടോക്സിക്കൻസ് അറ്റ് സക്സസീവ് ട്രോഫിക് ലെവൽ ഈസ് കോൾഡ്. അതായത് ട്രോഫിക് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഭക്ഷ്യ ശൃംഖലകൾ നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭക്ഷ്യ ശൃംഖല ആലോചിച്ചാൽ പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ് അല്ലെ. ഇതിൽ ഓരോ ജീവിയും ഓരോ ട്രോഫിക തലങ്ങളാണ് അല്ലെങ്കിൽ ട്രോഫിക് ലെവൽസ് ആണ് അല്ലെങ്കിൽ പോഷണ തലങ്ങളാണ്. ഓക്കെ, ഓരോന്നും പുല്ലൊരു പോഷണ തലം, പുൽച്ചാടി അടുത്തത്, തവള അടുത്തത്, പാമ്പ് അടുത്തത്. ഓക്കെ, ഇതില് ഇപ്പൊ പുല്ലിൽ എന്തെങ്കിലും രാസവസ്തു നമ്മൾ തളിച്ചു എന്ന് വിചാരിക്കുക, അത് പുൽച്ചാടിയുടെ ശരീരത്തിലോട്ട് എത്തും. അത് കഴിക്കുന്ന തവളയുടെ ശരീരത്തിലോട്ട് പുൽച്ചാടിയുടെ ശരീരത്തിൽ എത്രയാണോ ഉള്ളത് അതിന്റെ കുറച്ചുകൂടി കൂടിയ അളവിലായിരിക്കും ആ ഒരു വിഷവസ്തു തവളയുടെ ശരീരത്തിൽ എത്തുക. ഇനി തവളേനെ പാമ്പ് കഴിക്കുമ്പോൾ തവളയുടെ ശരീരത്തിൽ എത്രയാണോ ഉണ്ടായിരുന്നത് അതിനേക്കാളും വളരെ കൂടിയ അളവിലായിരിക്കും പാമ്പിന്റെ ശരീരത്തിലേക്ക് ആ ഒരു വിഷവസ്തു എത്തുക. ഇങ്ങനെ ഒരു പോഷണതലത്തിൽ നിന്ന് മറ്റുള്ള പോഷണതലങ്ങളിലേക്ക് മുകളിലേക്ക് പോകുമ്പോൾ വിഷവസ്തുക്കളുടെ ഗാഢത കൂടിക്കൂടി വരികയാണ്. അങ്ങനെ കൂടിക്കൂടി വരുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരെന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണത്? ബയോമാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ ജൈവാവർദ്ധനമാണ്. ബയോമാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ ജൈവാവർദ്ധനമാണ്
ഈ പറയുന്ന ഓരോ പോഷണ തലത്തിലും ആ ഒരു വിഷവസ്തുവിന്റെ ഗാഢത കൂടി വരുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്. ഓക്കെ, ബയോ മാഗ്നിഫിക്കേഷൻ. നെക്സ്റ്റ് നോക്കാലോ. നെക്സ്റ്റ്, ഒരു കോൺവെക്സ് മിറർ രൂപീകരിക്കുന്ന പ്രതിബിംബം എല്ലായ്പ്പോഴും ഇമേജ് ഫോംഡ് ബൈ എ കോൺവെക്സ് മിറർ ഈസ് ഓൾവേസ്. ഓക്കെ, കോൺവെക്സ് മിറർ എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടിയിലെ കണ്ണാടിയാണ് അല്ലേ. കോൺവെക്സ് മിറർ എന്ന് പറയുമ്പോൾ വണ്ടിയിലെ കണ്ണാടിയാണ് കോൺവെക്സ് മിറർ എന്ന് പറയുന്നത്. ഈ കോൺവെക്സ് മിറർ എപ്പോഴും ഉണ്ടാക്കുന്ന പ്രതിബിംബം, കോൺവെക്സ് മിറർ എന്ന് ആലോചിക്കുമ്പോൾ, കോൺവെക്സ് ദർപ്പണം എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ വണ്ടിയിലെ കണ്ണാടിനെ തന്നെ ആലോചിച്ചാൽ മതി. ഈ വണ്ടിയിലെ കണ്ണാടി എപ്പോഴും ഉണ്ടാക്കുന്ന പ്രതിബിംബം എന്ന് പറയുന്നത് നിവർന്നതും മിഥ്യയുമായിട്ടുള്ള പ്രതിബിംബമാണ്. വണ്ടിയിലെ കണ്ണാടിയിൽ എപ്പോഴും നമുക്ക് വസ്തുക്കളെ നിവർന്ന് തന്നെയല്ലേ കാണാൻ പറ്റുള്ളൂ. നിവർന്നതെന്ന് പറയുമ്പോൾ അത് വിർച്വൽ ഇമേജ് ആയിരിക്കും, വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും, പിന്നെ ചെറുതായിരിക്കും അല്ലേ. വണ്ടിയിലെ കണ്ണാടിയിൽ എപ്പോഴും നമുക്ക് പുറകിൽ നിന്ന് വരുന്ന വണ്ടിയുടെ ചെറിയ പ്രതിബിംബം അല്ലേടെ കിട്ടത്തുള്ളൂ, വലുത് കിട്ടത്തില്ലല്ലോ, ചെറിയ പ്രതിബിംബമാണ് കിട്ടുന്നത്, ആ സൈസിലുള്ളതും കിട്ടത്തില്ല. അപ്പോൾ കോൺവെക്സ് മിറർ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കണം വണ്ടിയിലെ കണ്ണാടിയാണ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന കണ്ണാടിയാണെന്ന് ആലോചിക്കണം. അപ്പോൾ വാഹനങ്ങളിൽ എപ്പോഴും മിഥ്യ എന്ന് പറഞ്ഞാൽ ആ സ്ക്രീനിന്റെ ഉള്ളിൽ തന്നെ കാണുന്ന മിറർ ഒരു ഇമേജ് ആണ്. മിഥ്യ നിവർന്ന ചെറിയ പ്രതിബിംബമാണ് കിട്ടുക, വിർച്വൽ ആൻഡ് ഇറക്റ്റ് സ്മോൾ ഇമേജ് ആയിരിക്കും കിട്ടുന്നത്, ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ വിർച്വൽ ആൻഡ് ഡിമിനിഷ്ഡ് കണ്ടോ, ഇവിടെ മലയാളത്തിൽ അതിനെ അയഥാർത്ഥം എന്ന് എഴുതിയിട്ടുണ്ട്. ഈ വാക്കിനേക്കാൾ കുറച്ചുകൂടി നല്ല വാക്ക് മിഥ്യ എന്ന് പറയുന്ന വാക്കാണ്. യഥാർത്ഥമല്ലാത്തത്. ഓക്കെ, നമുക്ക് രണ്ട് തരത്തിലുള്ള പ്രതിബിംബങ്ങളാണ് ഉള്ളത്. യഥാർത്ഥ പ്രതിബിംബങ്ങളും ഉണ്ട്, മിഥ്യാ പ്രതിബിംബങ്ങളും ഉണ്ട്. അതിൽ യഥാർത്ഥ പ്രതിബിംബം എന്ന് പറഞ്ഞാൽ റിയൽ ഇമേജ് ആണ്, മിഥ്യാ പ്രതിബിംബം എന്ന് പറഞ്ഞാൽ വിർച്വൽ ഇമേജ് ആണ്. ഓക്കെ, ആ വിർച്വലിന്റെ കറക്റ്റ് മലയാളം വാക്ക് മിഥ്യ എന്നാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇവിടെ അയഥാർത്ഥം എന്ന് തന്നിട്ടുണ്ട്, യഥാർത്ഥം അല്ലാത്തത് എന്നുള്ള അർത്ഥത്തിൽ അയഥാർത്ഥം എന്ന് തന്നിട്ടുണ്ട്. മിഥ്യയാണ് കുറച്ചും കൂടി നല്ലൊരു വാക്ക് കേട്ടോ. അപ്പോൾ അയഥാർത്ഥവും ചെറുതും നിവർന്നതുമായിരിക്കും കോൺവെക്സ് മിറർ എപ്പോഴും ഉണ്ടാക്കുന്ന പ്രതിബിംബം. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിന് മുന്നേ തന്നെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് കാണുക, അതൊക്കെ ഒന്ന് പഠിക്കുക. പിന്നെ നമ്മുടെ ആപ്പിൽ ക്ലാസ്സുകൾ, ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ കേറ്ററ്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ക്ലാസ്സുകളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈ തവണ നിങ്ങളുടെ കേറ്ററ്റ് നിങ്ങൾ വിജയം കാണുക. ഓക്കെ, എത്രയും വേഗം തന്നെ നമ്മുടെ ടീച്ചർ എന്ന് പറയുന്ന ജോലിയിലേക്ക് എത്തുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു സെഷനുമായിട്ട് ഇതേപോലെ മറ്റു ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരുന്ന ക്ലാസ്സുകളിൽ കാണാം. താങ്ക്